ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാണുന്നതിനുള്ള പ്രോഗ്രാമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. ഇതിനു മുന്നേ ഹെഡർ ഫയൽസ് എന്നുള്ള ക്ലാസ്സിൽ നമ്മൾ math.h എന്നൊരു ഹെഡർ ഫയലിനെ കുറിച്ച് പഠിച്ചിരുന്നു. math.hൽ ധാരാളം മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് അവൈലബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം math.hലുള്ള sqrt എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഈ ലൈബ്രറിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള sqrt എന്നുള്ള ഫംഗ്ഷനാണ് നമ്മൾ സ്ക്വയർ റൂട്ട് കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. sqrtയുടെ ഫംഗ്ഷൻസും ഡെഫിനിഷനും sqrt എന്നുള്ള ഫംഗ്ഷന്റെ ഡെഫിനിഷനും ഡിക്ലറേഷനും ഉള്ള ഫയലാണ് math.h, ഹെഡർ ഫയലാണ് math.h. ഓക്കെ, അപ്പം sqrt എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന്റെ ഡെഫിനിഷൻസ് ഉള്ള ഫയലാണ് math.h. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക, ഇഷ്ടമുള്ള നമ്പർ എടുത്തിട്ട് അതിനെ നം എന്നുള്ള ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. എന്നിട്ട് ഈ വാല്യൂ ആണ് നമ്മളിപ്പോൾ ഏത് നമ്പർ ആണോ എൻ്റർ ചെയ്തിരിക്കുന്നത് അത് ഏത് വേരിയബിളിലാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്പർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, കുഴപ്പമില്ല. അതല്ല വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് വേരിയബിൾ വേണമെങ്കിൽ നമുക്ക് ഈ sqrt എന്നുള്ള ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാം. എന്നിട്ട് എൻ്റെ റിസൾട്ട് പ്രിന്റ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ നമുക്കൊരു കമ്പൈലർ എടുത്തിട്ട് ഇത് ചെയ്ത് നോക്കാം. ഈ കമ്പൈലർ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് ആവശ്യമായിട്ടുള്ള ഹെഡർ ഫയൽസ് ആദ്യമേ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. നമ്മളിവിടെ stdio.h എന്നുള്ള ഹെഡർ ഫയലാണ് യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ conio.hഉം യൂസ് ചെയ്യുന്നുണ്ട്. clr, get ch തുടങ്ങിയ ഫംഗ്ഷൻസിന്റെ ഡെഫിനിഷൻസ് കിടക്കുന്നത് conio.h എന്നുള്ള ഫയലിലാണ്. ഇനി നമ്മൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ഏത് ഹെഡർ ഫയലും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. math.h എന്നുള്ള ഹെഡർ ഫയലും കൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. ഇനി അടുത്തത് നമ്മൾ മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് ആദ്യമേ തന്നെ വേരിയബിൾ ഡിക്ലറേഷൻ. നമ്മളൊരു ഇൻറ്റീജർ വേരിയബിൾ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നം എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ വേരിയബിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്യും, ആ നമ്പർ സ്റ്റോർ ചെയ്യാനായിട്ട് നം എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. റിസൾട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് എന്നൊരു വേരിയബിളിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് റിസൾട്ട് പ്രിന്റ് ചെയ്യാം. അപ്പം ഞാൻ റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തിട്ടുണ്ട്. clr സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഇനി അടുത്തത് നമ്പർ റീഡ് ചെയ്യാം. യൂസറിനോട് നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് പറയണം. യൂസർ നമ്പർ എൻ്റർ ചെയ്യും. ഈ മെസ്സേജ് കാണുമ്പോൾ ആ നമ്പർ റീഡ് ചെയ്യാനായിട്ട് നമ്മളൊരു സ്കാൻഎഫ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇൻറ്റീജർ നമ്പർ ആണ്, അതുകൊണ്ട് തന്നെ %d കൊടുക്കുക, കോമ അഡ്രസ് ഓഫ് ഏത് വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്, നം എന്നുള്ള വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അതിന്റെ അഡ്രസ്സും കൂടി നമ്മൾ പറഞ്ഞു. ഇനി ചെയ്യേണ്ടത് റിസൾട്ടിലേക്ക് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യണം, sqrt എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുക്കുക. ആ ഫംഗ്ഷനിലേക്ക് നം എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ പാസ് ചെയ്യുക. ആ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് sqrt എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഫംഗ്ഷനിലേക്ക് നമ്മൾ പാസ് ചെയ്തിരിക്കുന്ന വാല്യൂ ആണ് നം എന്നുള്ളത്. നം എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ ആണ് നമ്മൾ sqrt എന്നുള്ള ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്തിരിക്കുന്നത്. ആ ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും, റിസൾട്ട് റിട്ടേൺ ചെയ്യും. അത് നമ്മൾ റിസൾട്ട് എന്ന് പറയുന്ന വേറൊരു വേരിയബിൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് പ്രിന്റ് ചെയ്യാം. printf result is equal to റിസൾട്ടിന്റെ സ്ഥലത്ത് നമുക്കൊരു ഇൻറ്റീജർ വാല്യൂ ആണ് വേണ്ടതെങ്കിൽ %d കൊടുക്കുക. എന്നിട്ട് റിസൾട്ട് എന്നുള്ള വേരിയബിളിലെ വാല്യൂ പ്രിന്റ് ചെയ്യാം. അപ്പോൾ %d എന്ന് കാണുന്ന സ്ഥലത്ത് ഈ റിസൾട്ട് എന്നുള്ള വേരിയബിളിലെ വാല്യൂ പ്രിന്റ് ആയിട്ട് വന്നോളും. get ch കൊടുക്കുക, ക്ലോസ് ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ആദ്യം കമ്പൈൽ ചെയ്തു, പിന്നെ റൺ ചെയ്തു. ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 4 എന്നുള്ള നമ്പർ എൻ്റർ ചെയ്യാണ്. റിസൾട്ട് നമുക്ക് 2 എന്ന് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടി നോക്കാം. ഒരു നമ്പർ 100 എന്നുള്ള നമ്പർ എൻ്റർ ചെയ്തു, റിസൾട്ട് 10 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു നമ്പറിനെ എൻ്റർ ചെയ്ത് അത് ഈ നം എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടായിരുന്നു ഈ sqrt എന്നുള്ള ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്തിരുന്നത്. അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്മിന് പകരം ഡയറക്റ്റ് ആയിട്ട് നമ്പർ വേണമെങ്കിലും കൊടുക്കാം. അപ്പം ഞാനിവിടെ sqrtയിലേക്ക് 100 എന്നുള്ളൊരു വാല്യൂ പാസ് ചെയ്യാണ്. നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിലും പാസ് ചെയ്യാം. അന്നേരം ഈ എൻ്റർ ചെയ്യ നമ്പറിന് കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമുക്കൊരു നമ്പർ കറക്റ്റ് ആയിട്ട് ഒരു നമ്പർ നമുക്കറിയാം, ആ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് നമ്പറിനെ sqrt എന്നുള്ള ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ റിസൾട്ട് 10 എന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പാസ് ചെയ്ത നമ്പർ 100 ആയിരുന്നു, റിസൾട്ട് 10 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഫിക്സഡ് ആയിട്ടൊരു നമ്പറിന്റെ വേണമെങ്കിൽ നമുക്കിവിടെ സ്ക്വയർ റൂട്ട് എന്നുള്ള ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഇനി നമ്മളിപ്പോൾ ഇവിടെ റിസൾട്ട് എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ആ റിസൾട്ട് എന്നുള്ള വേരിയബിളിലെ വാല്യൂ ആയിരുന്നു ഇവിടെ പ്രിന്റ് ചെയ്തിരുന്നത്. പിന്നെ അത് വേണ്ട, ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിലും നമുക്കിവിടെ സ്ക്വയർ റൂട്ട് എന്ന് കൊടുത്തിട്ട് വാല്യൂ പ്രിന്റ് ചെയ്യാം. ഞാൻ ഈ ലൈൻ കമന്റ് ചെയ്യാണ്. ഈ പെർസെൻറ്റേജ് ഡിയുടെ സ്ഥലത്താണ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ടത്. എന്താണ് അവിടെ റിസൾട്ട് കിട്ടേണ്ടത്? SQRT അല്ലെ, നം എന്നുള്ള വേരിയബിളിന്റെ സ്ക്വയർ റൂട്ട് ആണ് ഈ പെർസെൻറ്റേജ് ഡി എന്നുള്ള സ്ഥലത്ത് നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വാല്യൂ പാസ് ചെയ്യാം, അതും പ്രശ്നമില്ല. എൻ്റെ നമ്പർ എന്ന് ചോദിച്ചു, ഞാൻ 25 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റിസൾട്ട് 0 എന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും നമുക്ക് 25 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരുന്നു, 5 എന്നായിരുന്നു റിസൾട്ട് കിട്ടേണ്ടത്, പക്ഷെ റിസൾട്ട് 0 കിട്ടി. ഇതിന്റെ കാരണം നമുക്ക് നോക്കാം. ഇവിടെ പെർസെൻറ്റേജ് ഡി എന്നാണ് കൊടുത്തിരിക്കുന്നത് റിസൾട്ട് പ്രിന്റ് ചെയ്യാനായിട്ട് അല്ലേ. പെർസെൻറ്റേജ് ഡി എന്ന് കൊടുക്കാതെ നമുക്ക് പെർസെൻറ്റേജ് എഫ് ആയിട്ട് കൊടുക്കുക. ഡയറക്റ്റ് ആയിട്ട് SQRT കൊടുത്ത് സമ്മ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ ടൈപ്പ് ഫ്ലോട്ട് ആയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. ഒന്നും കൂടെ നമുക്ക് നോക്കാം. നമ്മൾ 25 എൻ്റർ ചെയ്തു, റിസൾട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് എപ്പോഴും നമുക്കൊരു ഇൻറ്റീജർ തന്നെ നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം ഒരു പെർഫെക്റ്റ് സ്ക്വയർ എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഇൻറ്റീജർ ആയിട്ട് കിട്ടത്തുള്ളൂ അല്ലേ. 100, 25, 4, 69 തുടങ്ങിയ പെർഫെക്റ്റ് സ്ക്വയർ എൻ്റർ ചെയ്ത് നമുക്ക് റിസൾട്ട് കറക്റ്റ് ആയിട്ട് തന്നെ ഒരു ഇൻറ്റീജർ വാല്യൂ കിട്ടും. അതല്ലാതെ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തൊരു നമ്പർ, ഇപ്പം നമ്മൾ 13, 27, 11 എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് സ്ക്വയർ റൂട്ട് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല. അപ്പം നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ഫ്ലോട്ട് വാല്യൂ ആയിരിക്കും. അപ്പം ഡയറക്റ്റ് ആയിട്ട് റിസൾട്ട് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലോട്ടിൽ കൊടുക്കുക. അതല്ല നമുക്കൊരു ഇൻറ്റീജർ റിസൾട്ട് മതി, പെർഫെക്റ്റ് സ്ക്വയർ ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് പ്രിന്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇൻറ്റീജർ വേരിയബിൾ ആയതുകൊണ്ട് റിസൾട്ട് എപ്പോഴും തന്നെയായിരിക്കും ഇൻറ്റീജറിൽ തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്കൊന്നും കൂടെ നോക്കാം. 11 എൻ്റർ ചെയ്തു, റിസൾട്ട് എന്താണ്? 3.3166625. അതായത് XQRT എന്നുള്ള ഫംഗ്ഷൻ ശരിക്കും റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്ന ഒരു ഫ്ലോട്ട് വാല്യൂ ആണ്. നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കത് അറിയത്തില്ല, കാരണം നമുക്ക് 5, 2, 6 എന്നൊക്കെ ഉള്ള വാല്യൂ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും, നമ്മൾ അറിയത്തില്ല. പക്ഷെ ശരിക്കും റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണ്? ഒരു ഫ്ലോട്ട് വാല്യൂ ആണ്. പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത നമ്പറിന് നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ റൂട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതാണ് ഒരു നമ്പർ എൻ്റർ ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതിനുള്ള പ്രോഗ്രാം.